ഗൈസ് നമുക്ക് പുതിയ ഐറ്റം പരീക്ഷിച്ചോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേരയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പുളിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതാ ഒരു കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ചീരമുളക് ഉണ്ടല്ലോ ഗൈസ്, അതാണ് കേട്ടോ. അതും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടി കേട്ടോ. അപ്പോൾ ഈ എരിവും പുളിയും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, ഓൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഗൈസ്. ഞാനിതൊരു യൂട്യൂബറെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത് ഗൈസ്. ഫസ്റ്റ് ടൈം ആണ് ചെയ്യണത്. ഇപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കാരണം ഞാൻ ഇപ്പോഴാണ് വീഡിയോ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം തന്നെ ഇതൊന്ന് കഴിച്ച് നോക്കണം. കാരണം എനിക്ക് പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുളകും പൊടിയും പിന്നെ ആ മുളകും കൂടി വെച്ച കാരണം ഭയങ്കര എരിവായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മുളക് പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. മറ്റേതും കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര എരിവായിരുന്നു. പിന്നെ എനിക്ക് വെള്ളം കുടിച്ചിട്ട് ഒന്നും എരിവ് മാറണ്ടായിരുന്നില്ല ഗൈസ്, അത്ര എരിവായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ പേരയിലേൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ലോണം എടുത്ത് കറിയുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ ഓടി പോകുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമോ നോക്കുമ്പോൾ അപ്പോൾ അതാ സ്വത്തുമണിൻ്റെ ഒരു മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. അവന് കൊടുത്തിട്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചൊന്ന് സെറ്റായി വന്നപ്പോഴാണെങ്കിലോ അനിയത്തി ഇരുന്നിട്ടുണ്ട് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ ഞാനും കൂടി സഹായിക്കാം. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടോ ഒറ്റ മുട്ടയാണ് കേട്ടോ പാർന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നറിയില്ല ഈ ചട്ടിക്ക് തേയണില്ല എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മുട്ട കൊണ്ട് എങ്ങനെ തേയ ഒന്നും കൂടി പൊട്ടിച്ച് പാർന്നേക്കാറ്. അപ്പോൾ ഇതിനോട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്നും കൂടി പൊട്ടിച്ച് പാർന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഒന്നിങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ ബ്രെഡും വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം ആണ് ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കുന്നത് ഗൈസ്. ഞങ്ങൾ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രെഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, മറിച്ച് കൊടുക്കാൻ എളുപ്പത്തിന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡൊന്ന് മടക്കി കൊടുക്കാൻ കേട്ടോ, നടുവായിട്ട് മടക്കി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു ഭാഗം മറിച്ചിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിയാണ് ഫസ്റ്റ് തന്നെ കഴിച്ച് നോക്കാൻ വേണ്ടി പോണത്. ഓൾക്കാണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചു കൊടുക്കട്ടാണ് എടുത്തതാണ്. സംഭവം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബ്രെഡ് വരെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത് അനിയത്തി കഴിക്കണം. നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അടിപൊളിയാണ്, നല്ല സെറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുകയാണ്. ഞാൻ ആ മുട്ടായി എന്തായാലും എടുത്തല്ല, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൈ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ കഴിച്ചു നോക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനത് പുറത്തുനിന്ന് മുമ്പ് കഴിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. വീട്ടിൽ നിന്നും ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യണ്. 2 ദിവസം മുമ്പ് ഞങ്ങൾ കടയിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ച് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്രെഡും മുട്ടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കുന്നത്. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഗൈസ്. സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.